ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ഇന്ന് നമ്മുടെ പേജിലൂടെ ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ, അതായത് കൊന്നപ്പൂവ്. നല്ല ഒറിജിനൽ ഫ്ലവേഴ്സ് ആയിട്ട് തോന്നുന്നില്ലേ? ഒറിജിനൽ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല, ഹാൻഡ് മെയ്ഡായിട്ട് ഫോം ഷീറ്റിൽ ചെയ്തിരിക്കുന്ന കൊന്നപ്പൂവാണ് കേട്ടോ. അതുപോലെ തന്നെ ഫിനിക്സ് പേപ്പറിൽ ചെയ്തിരിക്കുന്ന കൊന്നപ്പൂവാണ് ഇത്. ഞാനിത് രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ബഡ്സ് വരുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാളും ഇത്തിരി വിരിഞ്ഞ് വരുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇത് ഫിനിക്സ് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു പരിധി വരെ ഈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ഐറ്റംസ് ഒക്കെ കുറച്ച് നാൾ നമുക്ക് എത്ര നാൾ നമുക്കിത് കളർ ഫെയ്ഡ് ആവാതെ ഇരിക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അതുപോലെ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ രീതി പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേസമയം നമ്മൾ ഈ ഫോം ഷീറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കൊന്നപ്പൂ ഉണ്ടല്ലോ, അധികം നാൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിൽ പൊടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് മുല്ലപ്പൂ ആണ് കേട്ടോ. ഇതാണ് മുല്ലപ്പൂവ്. ഫോം ഷീറ്റിൽ ഹാൻഡ് കട്ടോളിൽ ഞാൻ ചെയ്തിരിക്കുന്ന മുല്ലപ്പൂവാണ്. അപ്പോൾ നമുക്ക് ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു സീസൺ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിട്ടാൻ അല്പം പ്രയാസമാണ്. അതുപോലെ തന്നെ നല്ല റേറ്റും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമുള്ള മുല്ലപ്പൂവിലേക്ക് നമുക്ക് ലോങ് ടൈം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് കളർ ഫെയ്ഡായി പോകുമോ എന്നുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. ഏതെങ്കിലും തരത്തിൽ പൊടിയോ അഴുക്കോ വന്നതിന് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതേപോലെ ബഡ്സ് ആയിട്ടും അതുപോലെ സ്ട്രിങ് ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഏത് രീതിയിലാണ് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ.